കൊല്ലം ഭരണിക്കാവിൽ വില കുറച്ച് മീൻ വിറ്റതിന് മർദ്ദനം. കണ്ണൻ എന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു രണ്ടംഗ സംഘത്തിന്റെ ആക്രമണം. ഞാനിന്ന് രാവിലെ മീനെടുക്കാൻ വേണ്ടി ഞാൻ നീണ്ടരയിൽ നിന്ന് പോയി മീനെടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നൊരു വ്യാപാരിയാണ്. രാവിലെ മീനെടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒളിഞ്ഞിരുന്ന രണ്ട് പേര്, അതായത് ആദ്യം ഒരാൾ ഒരു കമ്പി, ഒരു ഷോക്കപ്സറിൻ്റെ, ഒരു ബൈക്കിൻ്റെ ഷോക്കപ്സറിൻ്റെ കമ്പിയായിട്ട് എന്നെ അടിക്കാൻ വന്നു. അയാളെ തടയുന്ന സമയത്ത് മറ്റേ ആൾ എൻ്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ചിട്ട് രണ്ടുപേരോട് എന്നെ ആക്രമിച്ച്. അപ്പം വൈഫ് ഓടി വന്ന്, എൻ്റെ വൈഫ് ഓടി വന്ന് അത് തടഞ്ഞു മാറ്റാൻ നോക്കിയപ്പം എന്നെയും അടിച്ച് വൈഫിനും അടി കിട്ടി. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ഈ കണ്ണൻ വീട്ടിൽ നിന്ന് മത്സ്യമെടുക്കുന്നതിനായി നീണ്ടരയിലേക്ക് പോകാൻ ഇറങ്ങുന്നതിന് വഴിക്കാണ് ഈ രണ്ടംഗ സംഘം ബൈക്കിലെത്തി ഈ പെപ്പർ സ്പ്രേ അടക്കം മുഖത്തേക്ക് അടിച്ചുകൊണ്ട് അക്രമം നടത്തിയത്. ഈ മീന് സമീപ ദിവസങ്ങളിലടക്കം സമീപത്തെ കടകളിലേക്കാൾ വില കുറച്ച് വിറ്റു എന്നാരോപിച്ചായിരുന്നു ഈ മർദ്ദനം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കണ്ണൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പോലീസ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശാസ്താംകോട്ട പോലീസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ സമീപത്തെ കടക്കാരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് കണ്ണൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അവിടെ നിലനിന്നിരുന്നു. കാരണം നീണ്ടകരയിൽ നിന്ന് മത്സ്യമെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് നാട്ടുകാർക്ക് വിൽക്കുന്ന വ്യക്തിയാണ് കണ്ണൻ. കണ്ണനെ ഈ രീതിയെ അവിടെ സമീപത്തെ കടക്കാർ ചോദ്യം ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ അക്രമം. ഈ എത്തിയവരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ആക്രമിച്ചത് എന്നതാണ് കണ്ണൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കണ്ണന്റെ ഭാര്യയ്ക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് ഊർജിതസ്ഥലമായ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ശാസ്താംകോട്ട SHO ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്.